ദാസൂട്ടി, ദാസൂട്ടി ഇല്ലേ ഇവിടെ? എടാ ദാസൂട്ടി, ദാസൂട്ടി ഇല്ലേ ഇവിടെ? ദാസൂട്ടി, ആരാ? ദാസൂട്ടി ഇല്ലേ ഇവിടെ? ഇല്ലല്ലോ, പുറത്തു പോയിരിക്കാ. എപ്പോ വരും? 1-2 ആഴ്ച കഴിഞ്ഞേ വരൂ. വരുമ്പോ ആര് വന്നെന്ന് പറയണം. മാത്തുണ്ടി വന്നിട്ട് പോയിന്ന് പറഞ്ഞാരേ. ആ ശരി. നിന്നേക്കാൾ വലിയ ചെറ്റകൾക്ക് മാത്തുണ്ടി കാശ് കൊടുത്തിട്ടുണ്ട്, പലിശ സഹിതം തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇമാതിരി തന്തിയില്ലാത്തവരം എന്നോട് ഇതുവരെ ആരും കാണിച്ചിട്ടില്ല. മാത്തുണ്ണേട്ടൻ ക്ഷമിക്കണം. മാത്തുണ്ണേട്ടന്റെ മുഖത്ത് നോക്കി ഒരു അവധി പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാ? ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല. അടുത്ത പ്രാവശ്യം മാത്തുണ്ണേട്ടൻ വരുമ്പം തീർച്ചയായും ഞാൻ നിനക്ക് തരുന്ന അവസാനത്തെ അവധിയാണിത്. 24 മണിക്കൂറിനാവും എന്റെ കാശ് വീട്ടിലെത്തിച്ചില്ലെങ്കിൽ. രാമേന്ദ്രന്റെ ഡ്രാഫ്റ്റ് ഇതുവരെ വന്നില്ല. ഡ്രാഫ്റ്റ് വന്നാലുടൻ ഞാൻ വീട്ടിലേക്ക് എത്തിച്ചേക്കാം. എടാ 2 കൊല്ലമായില്ലേ ഈ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ് എന്നെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുന്നത്. ഇനി അത് നടക്കൂല. പറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് എന്റെ പൈസ കിട്ടണം. അല്ലെങ്കിൽ ഈ മാത്തുണ്ണി ആരാണെന്ന് നീ അറിയും. രണ്ടുപേരെ ഒത്തു കിട്ടിയല്ലോ. ഞാൻ ദാസൂട്ടി വിളിച്ചോണ്ട് അങ്ങോട്ട് വരാതിരിക്കുന്നു. അങ്ങോട്ട് വന്നിട്ട് എന്തിനാ? അല്ല, വീട്ടിൽ 1-2 ഫ്രണ്ട്സ് വന്നു. അപ്പൊ കുറച്ച് കാശിന്റെ അത്യാവശ്യം. വെറുതെ വേണ്ട, ഇവന്റെ ജാമ്യത്തിൽ തന്നാ മതി. രാമേന്ദ്രന്റെ ഡ്രാഫ്റ്റ് വന്നാൽ ഉടനെ മടക്കി തരാം. ഒരു വീക്കേ വെച്ചേരും. ഡ്രാഫ്റ്റ് എന്നൊരു വാക്ക് എന്നോട് മിണ്ടിപ്പോരുത്. ഡ്രാഫ്റ്റിന് ഇനി വേറെ വല്ല അർത്ഥമുണ്ടോ? നീയും കൂടെ വന്ന് കരഞ്ഞു പറഞ്ഞിട്ടല്ലേ രാമേന്ദ്രന് ഗൾഫിൽ പോകാൻ വേണ്ടി ഞാൻ അയാളുടെ കാശ് വാങ്ങിച്ചത്. എന്നിട്ട് ഇപ്പൊ എന്തായി? ദിവസമായിട്ട് തെറിയൊക്കെ ഞാനുണ്ടല്ലോ. അതൊന്നും പറയണ്ട. രാമേന്ദ്രനെ ഗൾഫിൽ അയച്ചിട്ട് അവന്റെ പെങ്ങളുടെ പുറകെ ധൈര്യമായിട്ട് നടക്കാൻ വേണ്ടിട്ടല്ലേ. ഒരുമാതിരി ചെറ്റ വർത്താനം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കരുത്. രാമേന്ദ്രൻ ഗൾഫിൽ ചെന്ന പറഞ്ഞ കാശ് അയച്ചേരും, തൊട്ടുപുറകെ എനിക്ക് നിനക്ക് വിസ അയച്ചേരും എന്നൊക്കെ നീ തന്നെയല്ലേ പറഞ്ഞത്. അതിന് ഞാൻ അറിഞ്ഞു അവൻ ഇങ്ങനെ ചതിക്കുന്നത്. ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്. ഞാൻ രാമേന്ദ്രന് വേണ്ടി ജാമ്യം എന്ന വകയിൽ 4 പയ്യന്മാരില്ലേ, ലവന്മാര്. അവന്മാർ ഇന്നലെ തൊട്ട് എന്റെ വീട്ടിൽ കയറി താമസം ആരംഭിച്ചിരിക്കുക. മുഴുവൻ തുകയും കൊടുക്കാതെ അവന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങി തരത്തില്ലെന്ന്. ഈ രാമേന്ദ്രൻ കാരണം നാട്ടിലും വീട്ടിലും ജീവിക്കാൻ വയ്യാത്ത ഗതിയായല്ലോ. അളയാ, കാര്യങ്ങൾ ഇവിടം വരെ എത്തിയ നിലയ്ക്ക് നമുക്ക് രാമേന്ദ്രന്റെ വീട്ടിൽ ചെന്ന് അവന്റെ അച്ഛനോട് കാര്യം പറഞ്ഞാലോ? അയാൾ ഇടപെടട്ട്. ഇത്രയും കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തില്ലേ? നന്നായിരിക്കും. രാമേന്ദ്രന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മുട്ടുകാല് തല്ലി ഒടിക്കുന്ന അവന്റെ തന്ത പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഒന്ന് പോയി നോക്കിയാലോ? വേണ്ട, ഇനി ഇതും പറഞ്ഞ് എങ്ങും പോണ്ട. അവൻ നമ്മക്കിട്ട് വേല വെച്ചെങ്കിൽ അവനെ കൊണ്ട് തന്നെ നമുക്ക് ഇതിനൊക്കെ സമാനം പറയിപ്പിക്കണം. അതിനവൻ ദുബായിലല്ലേ? ആയിക്കോട്ടടാ. രാമേന്ദ്രൻ ഇവിടെ ഇല്ലെങ്കിലും അവനെയും കൊണ്ട് സമാധാനം പറപ്പിക്കാനുള്ള വഴി നമുക്ക് കണ്ടുപിടിക്കാം. നീ വാ, വാടാ. മതി, അതിങ്ങിതാ. ഇനി അഡ്രസ് പറ. ആരുടെ അഡ്രസ്? ഗോർബച്ചോല്ലേ? നിന്റെ അഡ്രസ് പറയാൻ. അത് ശരി. TV മണികണ്ഠൻ. TV മണികണ്ഠൻ. മണികണ്ഠൻ, തേയിലക്കാട്ട് വീട്, കുറ്റിക്കാട്ടുകര. കുറ്റിക്കാട്ടുകര, അനന്തപുരം. കറക്റ്റ് രാമേന്ദ്രന്റെ കൈയക്ഷരം പോലില്ലേ? അത്ര കറക്റ്റ് കൈയക്ഷരമാണെന്നില്ല. രാമേന്ദ്രന്റെ കൈയക്ഷരം അവർക്കറിയോ? അങ്ങനെയല്ല, എന്ത് ജോലി ചെയ്യുമ്പോഴും അത് കറക്റ്റ് ആയിരിക്കണം. ഫ്രം രാമചന്ദ്രൻ. ഇനി അഡ്രസ് പറ. അത് ഞാൻ ദുബായിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, അടുത്ത ഫ്ലൈറ്റ് കയറി ദുബായ് പോയി അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. ഇവിടെ ഏതെങ്കിലും സ്ഥലത്തിന്റെ പേര് പറയാൻ. ഏതെങ്കിലും സ്ഥലം? ഏതെങ്കിലും ആവുമ്പോ റിയാൽ ജംഗ്ഷൻ, ദർഹം റോഡ്. അയ്യടാ, എടാ, ഈ റിയാലും ദർഹവും ഒക്കെ അവിടുത്തെ നാണയത്തിന്റെ പേരല്ലേ? അങ്ങനെയൊക്കെ സ്ഥലത്തിന് പേരുണ്ടാവൂ? ഉണ്ടാവും. ഇപ്പൊ ഇവിടുത്തെ നാണയത്തിന്റെ പേര് രൂപ എന്നല്ലേ? അത് ഇവിടുത്തെ പെണ്ണുങ്ങൾ കിട്ടുന്നില്ലേ? നീ കേട്ടിട്ടില്ലേ? രൂപ, ഗാംഗുലി. അതൊന്നും വേണ്ട. അലൈക്കും അസ്സലാം റോഡ്, ദുബായ്. കറക്റ്റ്. ഓക്കെ. അപ്പോ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാം കൃത്യമായിരിക്കണം. കൂടുതലായി ഞാൻ വല്ല ഡയലോഗും പറയണു. എന്തിന്? അല്ല, ഒരു ഒറിജിനാലിറ്റിക്ക്. ഒരൊറ്റ ചവിട്ടിയാൻ വെച്ചത്. അയ്യോ, അത്രയും വലിയ ഡയലോഗ് പറയണോ? അത് ഡയലോഗ് അല്ല, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇപ്പൊ പറഞ്ഞത്. ഞങ്ങൾ പറയുന്നങ്ങ് ചെയ്താൽ മതി. ഓവറാക്കി ചളവാക്കണ്ട. തകത്തോടി. അതല്ലേ.
ആ ചീട്ട് കളിക്കാം. അല്ല ഞങ്ങൾ പന്ത് കളിക്കുക. ആ ഇവിടെയൊക്കെ ഇതിനെ ചീട്ട് കളിക്കാൻ പറയുന്നത്. ഇത് ഇവിടെ പറ്റത്തില്ല. ജോക്കർ വന്നിരിക്കുന്നത്. ചീട്ടോട്ട് വരില്ല, കാശ് വെച്ചുള്ള കളിയാ. പൈസ വെച്ചെടുക്കാൻ വല്ല ആൾക്കാരും പോയി കളിക്കണം. എങ്കിൽ നിങ്ങളുടെ കാശ് ഇടും. എന്റെ കാശ് തരാൻ പറ്റില്ല. എന്തോ ഇഷ്ടം നിന്നെ ഞാൻ വെറുതെ വിടുന്ന കിടക്കാരനും പോയി തന്നെ കൊച്ചാക്കരുത്. നിന്നെ എന്താ പ്രശ്നം? എന്താ പ്രശ്നമോ? കാര്യം പറ. ജോലിക്ക് വേണ്ടി കാശ് കൊടുത്തിട്ട് വർഷം എത്ര അറിയോ? ഇപ്പൊ കാശുമില്ല, ജോലിയില്ല. എന്റെ പെങ്ങളുടെ കല്യാണത്തിന് വെച്ചിരുന്ന കാശാ സുഹൃത്തുക്കളെ ഈ തെണ്ടിക്ക് എടുത്ത് കൊടുത്തത്. ഇവനൊന്നും മനസ്സിലാവത്തില്ല എന്റെ വിഷമം. ഞാൻ നിന്റെ ഡെഡ് ബോഡി കൊണ്ട് എന്താണിത്? തന്നെ പോലെ തന്നെ ജോലിക്ക് വേണ്ടി പൈസ കൊടുത്തവരാ ഞങ്ങളും. തന്റെ പൈസ ഞങ്ങൾ മേടിച്ചു തരാം. ഉറപ്പാണോ? ഉറപ്പ്. ഒരു കത്തുണ്ട്. ഇത് രാമേന്ദ്രന്റെ കത്താണല്ലോ. അത് ശരി. അപ്പൊ കത്തും ഡ്രാഫ്റ്റും ഒക്കെ വരുന്നുണ്ട്. നീ ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലോ. പ്രിയപ്പെട്ട മണിക്ക് രാമേന്ദ്രൻ എഴുതുന്നു. ഞാനിവിടെ ലക്ഷങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്നതിനിടയ്ക്ക് നിങ്ങളെയൊക്കെ മറന്നു കളഞ്ഞു എന്ന് കരുതരുത്. നീയും ഞാനും ഉൾപ്പെടെയുള്ള നമ്മുടെ ഗ്രാമത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ. അതെ, പൂട്ടിക്കിടക്കുന്ന അർച്ചന മിൽസ് ഏറ്റെടുത്ത് നടത്താൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ ഒരു ഷേക്കാണ് പണം മുടക്കാമെന്ന് ഏറ്റിരിക്കുന്നത്. ഞാൻ ജോലി കൊടുക്കാമെന്ന് ഏറ്റിരുന്ന 3-4 ചെറുപ്പക്കാരില്ലേ, അവരോട് പറയണം അവരുടെ കണ്ണീരൊപ്പാൻ ഈ രാമേന്ദ്രൻ തിരിച്ചു വരുന്നുണ്ടെന്ന്. ശേഷം നേരിൽ രാമേന്ദ്രൻ. നമ്മൾ രക്ഷപ്പെട്ടു. രാമേന്ദ്രൻ വന്ന് അർച്ചന മിൽസ് തുറന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ ജോലി കിട്ടുമെന്ന് ഉറപ്പാ. ഇപ്പൊ സത്യം എന്താണെന്ന് മനസ്സിലായല്ലോ. ആരും വിഷമിക്കണ്ട. ഈ വീടും പുരയിടവും വിറ്റിട്ടാണെങ്കിൽ ശരി, നാളെ തന്നെ എല്ലാവരും പണം തന്നേക്കാം. അഭിമാനമാണ് വലുത്. അയ്യോ, ഞങ്ങൾക്ക് പണം ഒരു പ്രശ്നമല്ല. ആണോ? അല്ല, രാമേന്ദ്രൻ വന്ന് മില്ല് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഒരു ജോലി. ഞങ്ങൾക്ക് ജോലി മതി. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. റിയലി സോറി. സാരമില്ല. ഇത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ ഇനിയും വരാവുന്നതേ ഉള്ളൂ. അപ്പോഴൊക്കെ നിങ്ങൾ ആത്മസംയമനം പാലിക്കണം. ഏതായാലും തൽക്കാലം നമുക്കിവിടുന്ന് പോവാം. ജോലി കിട്ടുമെന്ന് ഉറപ്പായല്ലോ. സംഗതി നമ്മുടെ കൈവിട്ട് പോയെന്നാ തോന്നണേ. പോട്ടടാ, അതിനല്ലേ നമ്മൾ ഈ കളിയൊക്കെ കളിച്ചത്. അയ്യോ, എല്ലാരും കൂടി രാമേന്ദ്രന്റെ വീട്ടിലേക്കാ പോയിരിക്കുന്നത്. സംഗതി കൂടുതൽ കുഴപ്പമാവും. ഒരു കുഴപ്പമില്ല. ഒരു കത്ത് ഞാൻ അവന്റെ വീട്ടിലേക്ക് വെച്ച് കാച്ചിട്ടുണ്ട്. അതേടാ, ഇപ്പൊ പന്ത് രാമേന്ദ്രന്റെ അച്ഛന്റെ കയ്യിലാ. ഇനി അവര് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടി കളിച്ചോളൂ. അതെ, രാവണമേനൻ തന്നെ. എന്താ തന്റെ പേര് പറഞ്ഞു പഠിക്കുക? ഞാൻ ചോദിച്ചത് താൻ കേട്ടില്ലേ? എല്ലാവരും ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് രാവണനെ പോലെ 10 തലയൊന്നുമില്ല. എന്റെ വിവരം വല്ലത് കത്തിലുണ്ടോ താ ചോദിച്ചത്? ഓ, തന്റെ വിവരക്കേടൊക്കെ എന്റെ മകന്റെ കത്തിൽ എന്തിനാണോ എഴുതണേ? അതല്ല, എന്നെ കുറിച്ച് രാമേന്ദ്രൻ വല്ലതും കത്തിൽ എഴുതിയിട്ടുണ്ടോന്ന്. ഇതേ ഒരു പ്രാവശ്യം കൂടി ഞാൻ ഈ കത്ത് വായിക്കാം. ഇതും കൂടി കൂട്ടി 26ാമത്തെ പ്രാവശ്യം ഞാൻ അത് വായിക്കണേ. എത്രയും പ്രിയപ്പെട്ട അച്ഛനും അമ്മയും സഹോദരിയും അറിയുന്നതിന് രാമചന്ദ്രൻ എഴുതുന്നത് എന്തെന്നാൽ അവൻ അവിടെ സുഖ ഷേക്കിനോന് സ്വന്തം മോനെ പോലെയാ. അല്ലെങ്കിൽ ഇത്രയും കാശ് രാമേന്ദ്രന് വേണ്ടി ആരെങ്കിലും മുടക്കോ? അവനും അതേ സ്നേഹം അങ്ങോട്ടും കാണും. എത്ര ആയാലും എന്റെ സ്വഭാവം ഇത്രയെങ്കിലും അവന് കിട്ടാതിരിക്കുമോ? പിന്നെ വിത്തുഗുണം 10 ഗുണം എന്നല്ലേ? എന്റെ നേർച്ചയ്ക്കും കാഴ്ചയ്ക്കും ഒക്കെ ഫലം ഉണ്ടായി. ഇല്ല, ഫലം ഉണ്ടാവുമെന്ന് തോന്നണില്ല. അതെന്താ അങ്ങനെ? എടോ, തന്റെ കാശ് കുറച്ചായിട്ട് അയച്ചു തന്നാ അതുകൊണ്ട് ഫലം ഉണ്ടാവുന്ന അവന് തോന്നുന്നില്ലാന്ന്. ഒരു കാര്യം ഞാൻ ഏറ്റു, അവൻ വന്ന ഉടനെ തന്റെ കാശ് ആദ്യം വാങ്ങിച്ചു. രാമേന്ദ്രൻ സ്നേഹമുള്ളവനാ. അതുകൊണ്ടല്ലേ അവൻ വന്ന് ചോദിച്ചപ്പോ യാതൊരു ഈടുമില്ലാതെ ഞാൻ അവന് പണം കൊടുത്തത്. അന്ന് ഞാനത് ചെയ്തുകൊണ്ടാ രാമേന്ദ്രൻ ഇത്രയും വലിയ ആളായതും ഊട്ടിക്കിടക്കുന്ന അർച്ചന മിൽസ് തുറക്കാൻ പോണത്. എന്നാ തന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി അർച്ചന മിൽസിന്റെ മുമ്പിൽ വെക്കാൻ പറയാം. എന്താ?